ഒരു പീസ് മത്തനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തൻ കറി ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, അതേപോലെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു ചെറിയൊരു പീസ്, ഈ ഒരു പീസ് മത്തനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ, ഒരു 100 ഗ്രാം വരും. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇത്രയും വേണം. ഇതെന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ. ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എല്ലാം വാഷ് ചെയ്ത് എടുത്ത് വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി, പച്ചമുളകും വേണം. ചെറിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മത്തനും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇത് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റണം. ഇതിൽ നമ്മളിപ്പോൾ കടുകൊന്നും ഇടത്തില്ല, ആ എണ്ണയ്ക്കകത്ത് കടുകൊന്നും ഇടത്തില്ല, ലാസ്റ്റാണ് കടുകൊക്കെ വറുത്തിടുന്നത്. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഒരു മീഡിയം പീസ് തക്കാളി, ഒരു തക്കാളി. ഇതിനകത്ത് നമ്മൾ പുളിയൊന്നും ഒഴിക്കത്തില്ല, തക്കാളിയുടെ പുളിയാണുള്ളത്. നിങ്ങൾക്ക് പുളി വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാനിവിടെ പുളി ചേർത്തിട്ടില്ല, തക്കാളിയുടെ പുളിയാണ് ഈ കറിക്കുള്ളത്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് കുക്ക് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം അതിന് അരപ്പുണ്ടാക്കണം. തേങ്ങായും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും 1/2 ടീസ്പൂണ് മഞ്ഞളും കൂടി ഇട്ടിട്ടാണ് തേങ്ങായി അരച്ചെടുക്കുന്നത്. നമ്മുടെ മത്തൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. എല്ലാം അങ്ങനെ വേണ്ട, കുറച്ച്. ഇപ്പം നമ്മൾ എടുത്ത മത്തനിൽ ഒരു പകുതി മത്തൻ നല്ല മാഷ് ചെയ്യണം, ബാക്കിയുള്ളത് അങ്ങനെ പീസായിട്ട് കിടക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കണം. തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതാ നോക്കിയേ, എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാവോ. ആ ചെറിയ ജീരകവും വെളുത്തുള്ളിയും തേങ്ങായും പുളിയൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് ഈ കറിക്ക് വേറൊരു ടേസ്റ്റ് ആകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തക്കാളി മാത്രം ചേർത്താൽ മതിയെന്ന്. നിങ്ങൾക്ക് പുളി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർക്കുന്നതിൽ കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് കടുക് പൊട്ടിക്കണം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ലാസ്റ്റ് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടണം, ഇല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റേ കാണത്തില്ല. ഉപ്പ് കുറവാണെങ്കിലും കറിക്ക് ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് ചെറിയ ഉള്ളി 2-3 ചെറിയ ഉള്ളി എടുക്കണം കടുക് വറക്കാൻ. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ എണ്ണയിൽ, അതായത് ഈ ചൂടായ എണ്ണയിൽ നമ്മൾ കടുക് പൊട്ടിക്കത്തില്ല, ഈ എണ്ണയിൽ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കാണുന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കണം. അത് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കുരുമുളക് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂത്തിട്ട് കറിക്കകത്ത് ഒഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട, ഈ ഒറ്റൊരു കറി മതി നമുക്ക് ലഞ്ചിന്. ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതി, വേറെ ഒരു കറിയും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.